അമ്മയ്ക്കും ജീവിത പങ്കാളിക്കുമൊപ്പം 2 മാസം മുൻപാണ് ഈ കുഞ്ഞ് കാരിക്കുഴി വാടക വീട്ടിലെത്തിയത്. അന്നു മുതൽ അമ്മയുടെ പുതിയ ജീവിത പങ്കാളിയുടെ മർദ്ദനമേറ്റാണ് അവൻ പാതി പ്രാണനായി കിടന്നുറങ്ങുന്നത്. നേരിടുന്ന കോടിയ പീഡനത്തിന്റെയും വേദനയുടെയും മരവിപ്പും നിസ്സഹായതയുമായിരുന്നു ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ. അടുത്ത വീട്ടുകാരുമായോ നാട്ടുകാരുമായോ സംസാരിക്കാനോ മുഖത്തു നോക്കാനോ പോലും തയ്യാറാവാത്തവരായിരുന്നു അഖിലയും അഷ്കറും. കുഞ്ഞ് മരിച്ച ദിവസം തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും അഷ്കർ സമ്മതിച്ചു. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ജനരോഷം ആളിക്കത്തുകയായിരുന്നു. ഒരു കൂസലുമില്ലാതെ കുഞ്ഞു ജീവനില്ലാതാക്കിയ രീതി പ്രതി വിവരിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ എല്ലാം കൈതരിച്ചു. 3.5 മാസം ഗർഭിണിയായപ്പോഴാണ് അഖില തൻ്റെ ആദ്യത്തെ ഭർത്താവിനെയും ഭർത്തൃവീടിനെയും ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലെത്തിയത്. അധികം വൈകാതെ അഖിലയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. 2 മാസം മുൻപാണ് സ്വന്തം വീട്ടിൽ നിന്നും അഖില കുഞ്ഞിനെയും കൊണ്ട് അഷ്കറിനോടൊപ്പം തൻ്റെ ആദ്യത്തെ ഭർത്താവിനെയും ഭർത്തൃവീടിനെയും ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലെത്തിയത്. അധികം വൈകാതെ അഖിലയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു.